ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഒബ്രോൺ മാളിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. എറണാകുളത്തെ എടപ്പള്ളിയിലുള്ള ഒബ്രോൺ മാളിലാണ്. ഇവിടെ ഒരു ഷോപ്പിൽ വന്നതാണ്. ആ ഒരു ഷോപ്പിൻ്റെ പേരാണ് ദ ചോക്ലേറ്റ് ടാപ്പ്. ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പാണ്. ചെറിയൊരു ഷോപ്പാണ്. നമ്മുടെ ഒബ്രോൺ മാളിൻ്റെ താഴത്ത്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ മാക്ഡൊണാൾഡ്സിൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് ടാപ്പ് എന്ന് പറയുന്ന ഷോപ്പ്. ഒരു ചെറിയൊരു ഷോപ്പാണിത്. പക്ഷേ അവിടെ ഉള്ളതൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഈ ചോക്ലേറ്റ്, അതായത് നമ്മുടെ ലിക്വിഡ് ചോക്ലേറ്റ് ഒരു ഫൗണ്ടൻ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഏത് ഐറ്റവും അതിൽ ഡിപ്പ് ചെയ്ത് തരും. ഇപ്പോൾ ഇതായത് കണ്ടോ, ബ്രൗണി വിത്ത് ഐസ്ക്രീം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഈ പാക്കിൽ മുഴുവൻ നമ്മുടെ ബ്രൗണീസ് ആണുള്ളത്. ഈ ബ്രൗണീസ് എല്ലാം ഈ പറഞ്ഞ ചോക്ലേറ്റ് ഡിപ്പ് കണ്ടല്ലോ, ചോക്ലേറ്റിൻ്റെ ഒരു ഫൗണ്ടൻ എന്ന് തന്നെ പറയാം. എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ മെൽറ്റായി ഇങ്ങനെ താഴത്തേക്ക് വന്ന് ഇങ്ങനെ ഒലിഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ വന്ന് വീഴും ആ ചോക്ലേറ്റ്, ലിക്വിഡ് ചോക്ലേറ്റ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ഐസ്ക്രീംസ് ഉണ്ട്. ഇവരുടെ ഐസ്ക്രീംസൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് വേറെ സ്ഥലങ്ങളിൽ കഴിക്കുന്ന ഐസ്ക്രീമിനെയും നല്ലൊരു ടേസ്റ്റ് തോന്നിച്ചായിരുന്നു. അതായത് മെനു ഉണ്ട്, എല്ലാത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ചോക്ലേറ്റ് ടാപ്പ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അടിപൊളി ഷോപ്പാണ്. ഇത്രയും വെറൈറ്റി ആയിട്ട് നമുക്ക് ഏത് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തു തരും. ബ്രൗണീസ് ആണെങ്കിലും അതുപോലെ മാഷ്മെലോസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്ത് തരുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെയും ഐസ്ക്രീംസ് തന്നെ എനിക്ക് എടുത്ത് പറയത്തക്ക ഒരു ടേസ്റ്റ് തോന്നിയായിരുന്നു. ഒരു പ്രത്യേക ഫ്ലേവേഴ്സാണ്. ഇപ്പോൾ സ്ട്രോബെറി ആണെങ്കിലും പിസ്ത ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഐസ്ക്രീമിന്. ഇത് നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഒബ്രോൺ മാളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നേരെ നടന്നു കഴിഞ്ഞാൽ എസ്കുലേറ്റർ കയറുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ പ്രശ്നം എനിക്ക് തോന്നിയത് കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. അതേസമയം ക്യാഷും ഗൂഗിൾ പേയും മാത്രമാണ് ഇവർ ആക്സെപ്റ്റ് ചെയ്യുക, കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. അതെനിക്കൊരു ഇത്തിരി ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഇപ്പം എങ്ങാനും നമ്മുടെ കയ്യിൽ കാർഡാണെങ്കിൽ നമുക്കിവിടെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ക്യാഷ് തന്നെയാണ് ഇവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതൊരു ചെറിയ ഡ്രോബാക്കായിട്ട് തോന്നി. അടിപൊളിയാണ് കേട്ടോ. ഒറ്റുപൊളി ഫൗണ്ടൻ നല്ലൊരു, ഈ ചോക്ലേറ്റ് സാധാ ഒരു ലിക്വിഡ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റിനേക്കാളും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ ഈ ലിക്വിഡ് ചോക്ലേറ്റ് നമ്മൾ പല സ്ഥലത്തൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനത്തെ ടേസ്റ്റ് ഇല്ല. ഭയങ്കര ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ മോള് വാങ്ങിച്ചത് മാഷ്മെലോ ആണ്. മാഷ്മെലോ ഇൻ ചോക്ലേറ്റ് സിറപ്പാണ് വാങ്ങിച്ചത്. മാഷ്മെലോ അറിയാമല്ലോ, എല്ലാവർക്കും മാഷ്മെലോ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് മാഷ്മെലോ അങ്ങനെ വലിയ ഇഷ്ടമല്ല, പക്ഷേ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ മാഷ്മെല്ലോ കേട്ടോ. അപ്പോൾ മാഷ്മെല്ലോ ഉണ്ടെങ്കിൽ അത് ഇഷ്ടമില്ലെങ്കിൽ ബ്രൗണീസ് ഉണ്ട്, അതല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ട്. ചോക്ലേറ്റ് ടാപ്പ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, നമുക്കൊരു വെറൈറ്റി ആയിട്ടല്ലേ. നമ്മളെപ്പോഴും കഴിക്കുന്ന സാധാ ഐസ്ക്രീംസ് ഒക്കെ അല്ലേ, പക്ഷേ ഇത് അതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ്. ഐസ്ക്രീംസ് മാത്രമല്ല, ഇവിടെ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീംസ് ഉണ്ട്, മാഷ്മെലോസ് ഉണ്ട്, ബ്രൗണീസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചോക്ലേറ്റ്, നമ്മുടെ ആ ഒരു ലിക്വിഡ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് അതിൽ മുക്കി നല്ല ഡിപ്പ് ഇതിൽ അടിപൊളിയായിട്ട് നമുക്ക് തരും. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവരുടെ ഐസ്ക്രീമും. അതിൽ നമ്മുടെ ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റും കൂടി ആകുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു എക്സലൻറ്റ് ടേസ്റ്റാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. പിന്നെ ഇതുപോലെ മെനുവിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്ത് തരും. ഇനി അതല്ല, നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുപോലെ അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ മാഷ്മെലോസ് ഇൻ ചോക്ലേറ്റ് സിറപ്പിന് 50 രൂപയാണ്. കോൺ ഐസ്ക്രീം ആണെങ്കിൽ സിംഗിൾ സ്കൂപ്പ് കോൺ ഐസ്ക്രീം ഇൻ ചോക്ലേറ്റ് ടാപ്പ് ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചത് സ്ട്രോബെറിയുടെയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐസ്ക്രീം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഈ ചോക്ലേറ്റ് സിറപ്പ് കൂടി കോട്ട് ചെയ്തപ്പോഴാണ്. ചോക്ലേറ്റ് സിറപ്പ് ഒരു എക്സലൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ അത് രണ്ടും കൂടി പോയി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കൊരു എന്തൊരു ടേസ്റ്റ്. എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇതിൽ കൂടി പറയാനായിട്ട് അറിയില്ല. അത്രയും ആ സ്വാദ് എൻ്റെ ആ ഒരു നാക്കിൽ അത്രയ്ക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു സ്ട്രോബെറി ഐസ്ക്രീം വിത്ത് ചോക്ലേറ്റ് സിറപ്പ് അത് ഞാൻ വാങ്ങിച്ചപ്പോൾ അതിന് 80 റുപ്പീസാണ് സിംഗിൾ സ്കൂപ്പിന്. ഡബിൾ സ്കൂപ്പ് ആണെങ്കിൽ 140 ആണ് അതിൻ്റെ റേറ്റ്. പക്ഷേ നല്ലൊരു വർത്താണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇത് കൂടാതെ നമുക്ക് വേറെ വെറൈറ്റി ആയിട്ടില്ല, ബ്രൗണീസിലും അതുപോലെ ഐസ്ക്രീംസിലും കേക്കിലും. പിന്നെ കോട്ടൺ ക്യാൻഡി ഉണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ പഞ്ഞിമിഠായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ എത്രത്തോളം സേഫ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഷോപ്പുകൾ, മാളിലൊക്കെയുള്ള ഷോപ്പുകളിലാകുമ്പോൾ അവരതനുസരിച്ചിട്ടുള്ള ഒരു നല്ല രീതിയിലാണല്ലോ ഈ കോട്ടൺ ക്യാൻഡിയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു റോഡ് സൈഡിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഉത്സവ പറമ്പിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനൊക്കെ എത്രത്തോളം
അത് നല്ലതായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതേപോലത്തെ ഒരു മാളിലൊക്കെ വന്ന് നമ്മൾ നല്ല ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ക്വാളിറ്റി എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. ഈ കോട്ടൺ ക്യാൻഡിയിൽ പോലും നമുക്ക് ഈ ചോക്ലേറ്റ് സിറപ്പ് ഡിപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു എക്സലൻ്റ് വെറൈറ്റിയിൽ എനിക്ക് തോന്നി. പക്ഷേ ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ചത് മോളുടെ മാഷ്മെലോയും അതുപോലെ സ്ട്രോബെറി കോൺ ഐസ്ക്രീമിനും ഒക്കെയാണ് ചെയ്ത് മേടിച്ചത്. അപ്പോൾ അതൊക്കെ ഞാനും കഴിച്ചുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു വെറൈറ്റിയിലേക്ക് നോക്കിയില്ല. ഈ രണ്ടും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ കോൺ കണ്ട കോണിനോട് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരുന്നു എന്ന് പറയാം. മോളിപ്പോൾ ഒരു മാഷ്മെലോ വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു മാഷ്മെലോ സിറപ്പ് കൂടി വാങ്ങിച്ചു, 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. ഞാനത് കഴിച്ചു നോക്കി, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാഷ്മെലോ ശരിക്കും അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ മാഷ്മെലോസിന് ഈ ഒരു ലിക്വിഡ് ചോക്ലേറ്റ് കോട്ട് ചെയ്തപ്പോൾ എസ്പെഷ്യലി ആ ലിക്വിഡ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ അതും പിന്നെ എനിക്ക് മാഷ്മെലോ വലിയ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പിൽ കോട്ട് ചെയ്ത മാഷ്മെലോ കഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ ഇത് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിൽ കൂടി ഇവിടെ വന്നിട്ട് കഴിക്കാനായിട്ട് സുഖമാണ് കേട്ടോ. കാരണം ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കൂടാതെ എസ്കലേറ്ററിലോ ലിഫ്റ്റിലോ സ്റ്റെപ്സോ ഒന്നും കയറേണ്ട ആവശ്യമില്ല. കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയായിരുന്നു ഇത്. ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ എവിടെ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീംസോ ജ്യൂസോ ഷേക്സോ അതൊക്കെ തന്നെയല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു ഇപ്പോൾ വെറും ഒരു ചോക്ലേറ്റ് ഡിപ്പിൽ മുക്കി അങ്ങനെയല്ല കേട്ടോ. കാരണം ആ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുമ്പോൾ ആ ഒരു മെൽറ്റഡ് ചോക്ലേറ്റിന് അതിൻ്റേതായൊരു സ്വാദാണ്. എനിക്ക് അത് എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു ഹോട്ട് ചോക്ലേറ്റ് കൂടെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന്. ഈ മെൽറ്റ് ചെയ്യുന്ന ചോക്ലേറ്റിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഐസ്ക്രീംസും സാധാ ഒരു ഐസ്ക്രീം, ഇപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് അല്ല. അതിനകത്ത് കുറേ ഫ്രൂട്ട്സും സ്ട്രോബെറിയുടെ ഒരുപാട് എന്താ പറയുക കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു അടിപൊളി ചോക്ലേറ്റ് സിറപ്പിൻ്റെയും ഒരു എക്സലൻറ്റ് ടേസ്റ്റ് കൂടി ആയപ്പോൾ അത് പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിപ്പോയി. അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ കഴിച്ചപ്പോൾ തന്നെ ഡെഫിനറ്റ്ലി ആ വീഡിയോ ഒന്ന് എടുക്കണം, എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കണം. കാരണം ഒരുപക്ഷെ ഞാനിവിടെ വന്നപ്പോഴാട്ടോ ഞാൻ ഈ ഷോപ്പ് കണ്ടത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ മോളുടെ ഒരു എന്താ പറയുക ഫൺ ആയിട്ടുള്ള ഒരു കളിസ്ഥലമുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഒബ്രോൺ മാളിൻ്റെ 4th ഫ്ലോറിലെ ഫുഡ് കോർട്ടിൻ്റെ സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു മായാ ലോകം തന്നെയുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഗെയിംസൊക്കെ കുഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. അപ്പോൾ ഞാൻ ആ വീഡിയോ കൂടി എടുത്ത് എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത്. പക്ഷേ ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റും അതുപോലെ ഒരുപാട് ആളുകൾ കഴിക്കാനായിട്ട് അത്രയും നല്ല ടേസ്റ്റ് അല്ല. നല്ല മാളിലൊക്കെയാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് തന്നെയാണ് അവർ ആ ഒരു എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കോട്ടൺ ക്യാൻഡിയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കാം ഇവിടെ നിന്നൊക്കെ ആകുമ്പോൾ. ഇത് കണ്ടോ, ഇതാണിങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും നല്ല രസമായിട്ട് തോന്നും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും അല്ലേ. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാവുന്നതിനേക്കാൾ എക്സലൻ്റ് ആണ്. അപ്പോൾ ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ, ഗൂഗിൾ പേയും ക്യാഷും മാത്രമേ ഉള്ളൂ ഇവിടെ, കാർഡ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കരുതിയിട്ട് വേണം വരാനായിട്ട്. കാരണം ഞാൻ എൻ്റെ കയ്യിൽ കാർഡായതുകൊണ്ട് അതെനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ അത് എന്താ പറയുക, പിന്നെ ക്യാഷ് ഞാൻ ഹസ്ബൻഡോട് വന്നപ്പോഴത്തേനും ക്യാഷ് എടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. കാരണം കാർഡ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് നോക്കൂ. ഞാനിതാണ് ഇവിടെ നിന്ന് വാങ്ങിച്ച സ്ട്രോബെറി ഐസ്ക്രീമിൽ ചോക്ലേറ്റ് കോട്ടൺ. ആ ചോക്ലേറ്റ് കോട്ടൺ ഞാൻ കഴിച്ചു കേട്ടോ. ചോക്ലേറ്റ് കോട്ട് ചെയ്തേക്കുന്ന ആ ഒരു ഭാഗം കഴിച്ചപ്പോൾ വീഡിയോ ഞാൻ ഇവിടുന്ന് എടുക്കാൻ മറന്നു, സോറി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായി ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ? ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ്, ബൈ.